എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശന നടപടികൾ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 31/5/2024 അതായത് മെയ് 31-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ അതായത് ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ എയ്ഡഡ് ഉണ്ട്, ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ സെൽഫ് ഫിനാൻസ് ഉണ്ട്, അൺഎയ്ഡഡ് കോളേജുകളുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജുകളിലൊക്കെയുള്ള അതുപോലെ BA അഫ്സൽ ഉലമ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടാണ് ഇപ്പോൾ നിലവിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അതുപോലെ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷയും ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത പ്രോഗ്രാം പൂർത്തിയാക്കുവാനായിട്ട് 3 ഓപ്ഷനാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി ബിരുദം, അതായത് 3 വർഷത്തെ UG ഡിഗ്രി. പ്രവേശനം നേടിയിട്ട് 3-ാം വർഷം പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൻ്റെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷ ബിരുദം, അതായത് 3 ഇയർ UG ഡിഗ്രി ലഭിക്കുന്നതാണ്. പ്രവേശനം നേടി 4-ാം വർഷത്തിൽ വിദ്യാർത്ഥിക്ക് 2 ഓപ്ഷനുകളാണ് ലഭ്യമായിട്ടുള്ളത്. 4 വർഷ ബിരുദം ഓണേഴ്സ്, അതായത് 4 ഇയർ UG ഡിഗ്രി ഹോണേഴ്സ് 4 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ഡിഗ്രി ലഭിക്കുന്നതായിരിക്കും. അത് 4 വർഷത്തെ ഡിഗ്രി ലഭിക്കുന്നതായിരിക്കും. 4 വർഷ ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ഗവേഷണ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 4 ഇയർ UG ഡിഗ്രി, അതായത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത ഡിഗ്രി ലഭിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് 31/5/2024 വരെ അപേക്ഷയിലെ തെറ്റുകൾ അതുപോലെ തന്നെ ചില വിവരങ്ങൾ ഒഴികെ അപേക്ഷകർക്ക് തന്നെ സൗജന്യമായിട്ട് തിരുത്താം. അപേക്ഷകർക്ക് തിരുത്താൻ സാധിക്കാത്തവ ഇമെയിൽ അയക്കേണ്ടതാണ്. ഇമെയിൽ ID UGSWS@കണ്ണൂർ, അതായത് UGSWS@കണ്ണൂർ UNIV, അതായത് UNIV.ac.in എന്ന ഇമെയിൽ IDയിലേക്ക് അയക്കുക. തെറ്റായി കൊടുക്കുന്ന ഫീസുകൾ റീഫണ്ട് ചെയ്യുന്നതല്ല. DD, ചെക്ക്, ബാങ്ക് ചലാൻ, SBI കളക്ട് എന്നിവ മുഖേനയുള്ള പേയ്മെൻറ്റുകൾ സ്വീകരിക്കുന്നതല്ല. അതുപോലെ തന്നെ കോൺടാക്റ്റ് നമ്പേഴ്സും ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഇമെയിൽ ID നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UGSWS@കണ്ണൂർ എന്നില്ല, അതായത് ഇതിൽ കണ്ണൂർ UNIV എന്നാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി, അതായത് ഈ ഒരു നിങ്ങൾക്ക് തിരുത്താൻ പറ്റാത്ത തെറ്റുകളുടെ ഡീറ്റെയിൽസ് UGSWS@കണ്ണൂർ UNIV.ac.in എന്ന ഇമെയിൽ ID വഴിയാണ് അറിയിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു UG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ ഒരു പേയ്മെൻറ്റ് സ്റ്റെപ്പ് വരെ യൂട്യൂബിൽ അതായത് ഒരു ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതിനായിട്ട് യൂട്യൂബ് വീഡിയോ കാണാനായിട്ട് അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് വിദ്യാർത്ഥികൾക്ക് SC ST PWBD വിഭാഗക്കാർക്ക് 300 രൂപയും അതർ കാൻഡിഡേറ്റ്സിന് 600 രൂപയുമാണ് ഫീസ്. ട്രയൽ അലോട്ട്മെൻറ്റ് 27-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. ഇത്രയും ഡീറ്റെയിൽസാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ മുമ്പായിട്ട് പ്രോസ്പെക്ടസ് അറിയുന്നതിനായിട്ട് ഇവിടെ പ്രോസ്പെക്ടസ് എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രോസ്പെക്ടസ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ പ്രോഗ്രാംസ്, അതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എത്ര സീറ്റുകളാണുള്ളത്, റിസർവേഷൻ സീറ്റുകൾ എത്രയാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും, അതുപോലെ എലിജിബിലിറ്റി ഓഫ് അഡ്മിഷനും ഓരോ കോഴ്സിനും നിശ്ചിത എലിജിബിലിറ്റിയാണ് ഉണ്ട്. അതായത് ഇപ്പോൾ BSc കെമിസ്ട്രി പഠിക്കണമെങ്കിൽ ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ, അതായത് ഏതെങ്കിലും സയൻസ് ഗ്രൂപ്പ് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിനായിട്ട് വേണ്ടത് നിങ്ങളുടെ +2ൻ്റെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റുകൾ, അതുപോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ, ഇത്രയുമാണ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റിസർവേഷനോ ടൈ ബ്രേക്കോ ബോണസോ മറ്റ് ഡീറ്റെയിൽസോ ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളുമാണ് വേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോഴ്സ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉൾപ്പെടെ ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ, അതുപോലെ എയ്ഡഡ് കോളേജുകൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്ന സീറ്റുകൾ നിങ്ങൾക്ക് ആ ഒരു സെൽഫ് ഫിനാൻസ് അല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം സെൽഫ് ഫിനാൻസിൽ സെമസ്റ്റർ വൈസ് ഫീസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ കോഴ്സുകളിലും അതുപോലെ തന്നെ ആ ഒരു കോഴ്സിന് എന്താണ് എലിജിബിലിറ്റി എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 53 പേജാണ് ഇതിനുള്ളത്. അതുപോലെ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് BA കോഴ്സിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ BA കോഴ്സാണ്.
അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്, അതായത് BCom കോഴ്സുകൾ, അതുപോലെ BBA, അതുപോലെ തന്നെ ഈ ഒരു BBA ഏവിയേഷൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എന്നിങ്ങനെയുള്ള കോഴ്സും, ഇതുപോലെ തന്നെ BA കോഴ്സും ഇതേ രീതിയിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ കോഴ്സുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡീറ്റെയിൽസും ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അടക്കേണ്ട ഫീസ് ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ്, അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് പ്രൊസീജിയർ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളതും, അതായത് ഓരോ കോഴ്സുകൾക്ക് എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ബേസിൽ, അതായത് നിങ്ങൾ ഈ ഒരു +1 പ്രവേശന സമയത്ത് നിങ്ങൾ അലോട്ട്മെൻറ്റിനായിട്ട് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ടാകും, അതായത് മുൻഗണനാക്രമത്തിൽ ഓപ്ഷൻ നൽകിയിട്ടുണ്ടാകും. അതേ രീതിയിൽ തന്നെയാണ് ഇതിലും ഓപ്ഷൻ നൽകേണ്ടത്. നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള കോഴ്സുകളാണ് മുൻഗണനാക്രമത്തിൽ നൽകേണ്ടത്. കാരണം നിങ്ങൾ നേരത്തെ, അതായത് ഈ ഒരു നിങ്ങൾ +1 അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് ഉണ്ടാവുക. അതായത് ഫസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ, ഫിഫ്ത്ത് ഓപ്ഷൻ, ഇങ്ങനെ നിങ്ങൾ ഒരു 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ താഴെയുള്ള ഓപ്ഷനെ പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും 5ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ 6ാമതാണെങ്കിൽ ആ 6ാമത്തെ ഓപ്ഷനൊക്കെ ക്യാൻസലായി പോകുന്നതാണ്. പിന്നീട് ഇതിന് മുകളിലുള്ള ഓപ്ഷനാണ് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കോളേജുകളും കോഴ്സുകളും മുൻഗണനാക്രമത്തിൽ, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടാനായിട്ട് താല്പര്യം, ആ ഒരു കോഴ്സ് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റിസർവേഷൻ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നിങ്ങനെ, അതായത് കമ്മ്യൂണിറ്റി റിസർവേഷനുള്ളവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മെയ് 31-ാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക. മെയ് 27-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.